ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇറാൻ. അബുദാബിയിൽ മിസൈൽ ആക്രമണത്തിൽ 2 ഇടത്താണ് തീപിടുത്തമുണ്ടായത്. 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. പ്രത്യേക സാമ്പത്തിക മേഖലയായ ഗസാദിലാണ് ആക്രമണമുണ്ടായത്. സൗദി തലസ്ഥാനമായ റിയാദിന് നേരെയും കുവൈത്തിലും ആക്രമണമുണ്ടായി. സൗദിയിൽ 12 US സൈനികർക്ക് പരിക്കേറ്റു. ബഹ്റൈനിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, 10 ദിവസത്തേക്ക് കൂടി ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. പക്ഷേ തുടർ ആക്രമണങ്ങൾ സംഭവിക്കുന്നു. നേരത്തേതുപോലെ തന്നെ അതിന് തിരിച്ചടിയായി ഇറാൻ വീണ്ടും GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. തീർച്ചയായും മാധു, ഇപ്പോ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് 10 ദിവസത്തേക്ക് താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് ഇറാനിൽ ഇന്ന് ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖല ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം ശക്തമാക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അബുദാബിയിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആക്രമണം നടന്നത്. അബുദാബിയിലെ കെസാഡ് മേഖലയിൽ, വ്യവസായ മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. അവിടെ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഈ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ യുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ ഈ ഡ്രോണിന്റെയും അതുപോലെ തന്നെ മിസൈലിന്റെയും അവശിഷ്ടങ്ങൾ വീണാണ് 5 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ മേഖലയിൽ 2 ഇടത്ത് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. ഈ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിലും 2 പേർക്ക്, അതായത് ഒരു ഇന്ത്യക്കാരനും ഒരു പാകിസ്ഥാൻ സ്വദേശിക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 3 പ്രവാസികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെസാഡ് മേഖല, അതായത് UAE സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ മേഖലയായ കെസാഡിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നത്. ഒപ്പം തന്നെ മറ്റ് വിവിധ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടും ഇറാന്റെ ആക്രമണം നടക്കുന്നു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൗദി അറേബ്യയാണ്. സൗദിയെ റിയാദിനെ ലക്ഷ്യമാക്കിയാണ് ഇന്ന് രാവിലെ ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും എത്തിയത്. അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു. 3 ഡ്രോണുകൾ തകർത്തു എന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. കുവൈറ്റിനെ ലക്ഷ്യമാക്കിയും ഇന്ന് ഇറാന്റെ ആക്രമണം ഉണ്ടായി. മറ്റൊന്ന് ബഹ്റിനാണ്. ബഹ്റിനിലും തുടർച്ചയായ ആക്രമണങ്ങൾ ഇന്ന് രാവിലെ മുതൽ നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇറാന്റെ 2 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആണവ വികിരണ ഭീഷണിയെക്കുറിച്ച് പഠിക്കുകയാണ് എന്ന്